എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അത്രയ്ക്കും യോഗീശ്വരനായ ആ അവിടെ ഇരുന്നുകൊണ്ട് അതിനെയൊക്കെ പൊളിച്ചു മാറ്റെന്ന് പറഞ്ഞ ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹാരാധന പൊളിച്ചു മാറ്റും പോലെ ആയിപ്പോയി. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിലെന്തോ കൈയുണ്ട്. ഇത്രയും പവിത്രമായിട്ടുള്ള ഈ ഇതൊക്കെ പൊളിച്ചു മാറ്റം എന്ന് പറഞ്ഞ ഹിന്ദു ആചാരങ്ങൾ ഒരുമാതിരി വലിച്ചു കീറും പോലെ ആയിപ്പോയി. രാവിലെ അണ്ണാക്കിലോട്ട് 2 കുടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. എങ്കിൽ പിന്നെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ എന്തിനു നിൽക്കുന്നത്? ഹിന്ദു ഏത് പുരാണത്തിലാ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുള്ളത്? എങ്കിൽ പിന്നെ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ എന്തിനു നിൽക്കുന്നത്? ഹിന്ദു എന്ന് പറയണതേ ഇനി കാണൂല്ലെങ്കിൽ ഇതാണ്. ആക്ക് സമാധി ആവാനും പറ്റത്തില്ലല്ലെങ്കിൽ ഇനി ഒരു സ്വാമിക്ക് ഇനി സമാധി ആവേണ്ടി. നമ്മളെ ആരെ അറിയിച്ചില്ലെന്ന് പറഞ്ഞ ആ സമയം മുഹൂർത്ത സമയം തെറ്റിപ്പോയാ പിന്നെ എന്ത് ചെയ്യും? എന്തോന്ന് അടവത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇതൊക്കെ പ്രാണായാമം ശ്വാസഗതി എടുത്തിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. ശ്വാസഗതി എടുത്ത് ഓരോ പ്രാണായാമം ചെയ്ത് ഈ പ്രാണായാമ മുദ്ര വെച്ച് ഓരോ സമയം പ്രാണനെ ഉയരോട്ടെടുത്ത് ഇങ്ങനെ ചെയ്യുന്ന ഓരോ രീതിയാണ്. അപ്പൊ ആ രീതിയിൽ സമയത്ത് ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ഏകാഗ്രതയാണ്. നിങ്ങളെ തന്നെ ചെന്നിരുന്ന് പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ഏകാഗ്രതയില്ലെങ്കിൽ ആ ചെയ്ത കർമ്മം കൊണ്ട് ഒരു പ്രയോജനമില്ല. വേറെ ചിന്തകളോ വേറെ ഭാവങ്ങളോ വേറെ എന്തെങ്കിലും കാര്യങ്ങളും അതിനകത്ത് ഇന്ദ്രിയങ്ങളിൽ കൂടി കഴിയുമ്പോൾ അതിലോട്ടാവും പിന്നെ ചിന്ത. തൊള്ളോർന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ നിന്റെ വായിൽ ഞാൻ ടാറൂരിക്ക് ഒഴിക്കും. മനസ്സിലായോ? ഇത് കേരളമാണ്. വർഗീയത അംഗീകരിക്കുന്ന സ്ഥലമല്ല.